Okay. Good evening, everyone. Suddenly, it feels like as if we are in the Corona time. I remember uh, I was doing the audio video, and Pastor was speaking to chairs. പെട്ടെന്ന് ഇന്നത്തെ വൈകുന്നേരത്തെ എൻ്റെ മനസ്സിലേക്ക് കടന്ന ഒരു ചിന്ത, കൊറോണ സമയത്ത് ആളുകളെല്ലാം ഒഴിഞ്ഞു കിടന്ന സഭാ ഹാളിൽ പാസ്റ്റർ സംസാരിക്കുകയും ഞാനത് ടൈപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ്. Okay, so today's we are in the book of Proverbs chapter 2. ഇന്ന് നാം സദൃശവാക്യത്തിന്റെ 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരികയാണ്. So Proverbs chapter 2, I assume that you may be also reading it. ഈ സദൃശവാക്യം 2-ാം അധ്യായം നിങ്ങളും വായിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Check. Okay, so Proverbs chapter 2, when we get into it, let us break it down so that we can digest it further. ഈ 2-ാം അധ്യായം നമുക്ക് പല ഭാഗങ്ങളായി വിഭജിച്ച് വേർതിരിച്ച് പഠിക്കാം. അതുവഴി അത് നമുക്ക് ഗ്രഹിക്കുവാൻ എളുപ്പമായി തീരും. Okay, so we are going to break it down to first 1 to 4 verse. 1 to 4 is like a prescription given. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒരു കുറിപ്പ് നൽകുന്നത് പോലെയാണ്, മരുന്നിന്റെ കുറിപ്പ് നൽകുന്ന പോലെ. Then we have 5 to 11, which is what God does. അതിനുശേഷം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നാം കാണുന്നത്. Then you have 2 pit stops or traps which are avoided because of following the or deliverances because of following the prescription. ദൈവത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞ ആ കുറിപ്പ്, ആ നിർദ്ദേശം അനുസരിക്കുന്നതിലൂടെ ചില കെണികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. So from 12 to 15 we have one trap, and then from 16 to 19 we have another trap which a person is delivered from. 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ഒന്നാമത്തെ കെണിയും 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങള് രണ്ടാമത്തെ കെണിയും നാം കാണുന്നു. ഈ ആദ്യ ഭാഗത്ത് പറഞ്ഞ ആ നിർദ്ദേശം അനുസരിക്കുന്നത് വഴി ഒരു വ്യക്തി വിടുവിക്കപ്പെടുന്നതിനെ കുറിച്ച് നാം കാണുന്നു. So verse 20 and 21 is finally a restful place where the person enjoys because of following the prescription, and he's already delivered from those 2 traps. 21 22 വാക്യങ്ങളിൽ നാം കാണുന്നത് ആ കുറിപ്പ് അനുസരിക്കുന്നത് വഴി ആ വ്യക്തി വിടുതൽ അനുഭവിച്ചു കഴിഞ്ഞ് വിശ്രമം ആസ്വദിക്കുന്നതിനെ കുറിച്ചാണ്. And finally we have verse 22, which is the end of the wicked. അവസാനമായി 22-ാം വാക്യം നമുക്കുണ്ട്. അത് ദുഷ്ടന്റെ അന്ത്യത്തെ കുറിക്കുന്നു. So we will just go in the reverse order. We'll look at the 2 traps first, and then we'll get to the initial part of the chapter. നമ്മൾ ഈ അധ്യായം പരിഗണിക്കാൻ പോകുന്നത് അവസാന ഭാഗത്തു നിന്നും ആദ്യത്തെ ഭാഗത്തിലേക്കാണ്, നേരെ തല തിരിഞ്ഞാണ്. ആദ്യമേ 2 കെണികളെ കുറിച്ചാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. The reason we are doing this in this way is just to know that how important is those prescription. ഈ ഒരു രീതിയിൽ നാം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം തന്നിരിക്കുന്ന ആ നിർദ്ദേശം, ആ കുറിപ്പ് എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ്. So when you look at these 2 traps, one trap is to do with wicked men, treacherous men, and evil men. ഈ 2 കെണികളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഒരു കെണി പരാമർശിക്കുന്നത് ദുഷ്ടരായിട്ടുള്ള വ്യക്തികളെ കുറിച്ചാണ്, മനുഷ്യരെ കുറിച്ചാണ്. And the other part is to do with adulterous women. Again, it's another trap. രണ്ടാമത്തെ കെണി എന്ന് പറയുന്നത് വ്യഭിചാരിണിയായ സ്ത്രീയെ കുറിച്ചുള്ളതാണ്. അത് വീണ്ടും വേറൊരു തരത്തിലുള്ള കെണിയാണ്. So why is it talking about being delivered from these 2 traps? Is because in our natural being, nobody is born with such a
big guard, so that we can avoid it. It is so camouflaged and people might miss it and fall into that. എന്തുകൊണ്ടാണ് ഇതിൽ നിന്ന് ഈ രണ്ട് തരത്തിലുള്ള കെണികളിൽ നാം വിടുവിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത എന്ന് നാം ചോദിച്ചു കഴിഞ്ഞാൽ, ആരും ജനിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയുള്ള ആയുധങ്ങളോ ഒന്നും ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കത്തില്ല. കാരണം ഈ കെണികൾ എന്ന് പറഞ്ഞാൽ അത്ര വിദഗ്ധമായിട്ട് നമ്മുടെ കണ്ണുകളെ വഞ്ചിക്കുന്ന രീതിയിൽ മറഞ്ഞിരിക്കുന്നതാണ്. Very easy and a very easy way to illustrate it is this is through looking at the example of the nation of Israel and how they were with Jesus, they ate with Jesus, they enjoyed all the miracles. They heard him speak, they were taught, 3 days continuously teaching, feeding. But then the same group who cried out, Hosanna in the highest, blessed is he who comes in the name of the Lord, the same group is crying out, crucify him, crucify him. Now, how is that possible? ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന രാജ്യം തന്നെയാണ്. അവര് യേശുവിനെ കേൾക്കുകയും യേശുവിനോടൊത്ത് വസിക്കുകയും 3 ദിവസം യേശു തുടർച്ചയായിട്ട് അവരെ പഠിപ്പിക്കുകയും അവരെ പോഷിപ്പിക്കുകയും അപ്പം കൊണ്ട് തൃപ്തിപ്പെടുത്തുകയും ചെയ്തു. അവരുടെ വായി കൊണ്ട് ഉച്ചത്തിൽ ഏറ്റുപറഞ്ഞു, ഓശാന ഓശാന, അത്യുന്നതന്റെ നാമത്തിൽ വരുന്നവന് ഓശാന. അതേ വായിൽ നിന്ന് തന്നെ, അതേ നാവിൽ നിന്ന് തന്നെ അവര് പിന്നീട് വിളിച്ചു പറയുണ്ടായി, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. അതെങ്ങനെ സാധ്യമാവും? And this happened. This is not something that Jesus was with them wherever for a short period. They actually 3.5 years is quite a big time, right? ഇത് വളരെ ചുരുങ്ങിയ സമയം യേശു അവരോട് കൂടെ ആയിരുന്നു എന്നുള്ളതല്ല, 3.5 വർഷക്കാലം, അതൊരു നീണ്ട കാലഘട്ടം തന്നെയാണ് അവരോട് കൂടെ ഇരുന്നു. So in Matthew 24:9 is where we see they're shouting Hosanna, who comes in the name of the Lord, and then the same people are persuaded by, in Matthew 27:20, they are persuaded by religious authorities, religious people who are in charge. They persuaded the crowd to shout, they want Barnabas, crucify this man. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 9-ാം വാക്യത്തില് ഇതേ ജനം തന്നെയാണ് യേശുവിന് ഓശാന പാടുന്നത്. അതേ ജനം തന്നെയാണ് പിന്നീട് 27-ാം അധ്യായത്തില് 20-ാം വാക്യത്തിൽ നാം കാണുന്നത്, മതപുരോഹിതന്മാരാൽ മത അധികാരികളാൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട് അവര് യേശുവിനെ ക്രൂശിക്കാൻ ആവശ്യപ്പെടുകയും ബറാബാസിനെ വിട്ടുകിട്ടുവാൻ വിളിച്ചു പറയുകയും ചെയ്തു. So if you look at these two traps, these evil men, you see that in Matthew 12:14 and even Matthew 26:4, they are actually the spiritual authorities of that age. They are high priest and the Pharisees. High priest, and they are responsible for the spiritual condition of the people. ദുഷ്ടജനം എന്ന് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിലും 26-ാം അധ്യായത്തിലും നാം കാണുന്നത് അവര് സാധാരണ ജനമല്ല, അവര് യഹൂദ മതത്തിലെ മഹാപുരോഹിതനും പരിശയന്മാരുമാണ്. ജനങ്ങളുടെ ആത്മീയ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്ത അധികാരികൾ തന്നെയാണത്. But the same group of people, you see these words in Matthew 12:14, they conspired against Jesus Christ to put him to death. In 26:4 we see they wanted to attack him with stealth and kill him. 12-ാം അധ്യായം 14-ാം വാക്യത്തില് ഈ ആത്മീയ കൂട്ടം തന്നെയാണ് യേശുവിനെ ഇല്ലായ്മപ്പെടുത്തുവാൻ വേണ്ടി ഗൂഢാലോചന നടത്തുന്നത്. 26-ാം അധ്യായത്തില് 4-ാം വാക്യത്തില് അവര് യേശുവിനെ കല്ലെറിഞ്ഞു കൊല്ലുവാനും ആലോചിക്കുന്നു. They conspired and with stealth they wanted to. You can read that verse if you want. Matthew 26:4. യേശുവിനെ ഉപായത്തിൽ പിടിച്ചു കൊല്ലുവാൻ ആലോചിച്ചു. So stealth this is something from where the what is a stealth? We had one aircraft which was stranded in Trivandrum, right? The British stealth aircraft, and one of the
most advanced aircraft of this age is the US bomber stealth. Now, what is the significance of that stealth is it can the radar cannot catch it. That's the importance of a stealth. You can go and bomb the enemy and come back without being detected by the radar. ഇതിന് ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ അടുത്തിടെ നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിൽ ബ്രിട്ടീഷുകാരുടെ ഒരു യുദ്ധവിമാനം അമേരിക്കൻ നിർമ്മിതമായ സ്റ്റെൽത്ത് 35 എന്ന് വിളിക്കുന്ന യുദ്ധവിമാനം ഇറങ്ങുകയുണ്ടായി. ഇതിന് ലോകത്തിലെ ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരു യുദ്ധവിമാനങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ്. അത് റാഡാറുകൾക്ക് കണ്ടുപിടിക്കുക, അല്ലെ റഡാറിന്റെ കണ്ണിൽ പെടാതെ അതിന് ശത്രുക്കളുടെ ഉള്ളിലേക്ക് പോയി ബോംബിട്ടിട്ട് മടങ്ങി വരുവാൻ കഴിയും. So look at what the chief priest and high priest is doing. They are trying to attack the ancient of days, the God of this universe, with stealth, so that, and they have violated many of the Old Testament laws when they are attacking Jesus Christ, but the people are not aware of. They are just sucked into that evil. ഇവിടെ പുരാതനമായിട്ടുള്ള ഈ പ്രപഞ്ച സൃഷ്ടിതാവിനെ തന്നെ ഉപായത്തില് ഈ മഹാപുരോഹിതന്മാരും പരീശന്മാരും ചേർന്ന് ഉപായത്തില് ആക്രമിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവര് പഴയ നിയമത്തിൻ്റെതായിട്ടുള്ള പല ന്യായപ്രമാണങ്ങളും ലംഘിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ലംഘിക്കുകയാണെന്ന് ജനം അറിയാതെ അവരുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുകയാണ്. So you can see this trap. They're falling into this trap of evil men because they are high priest. It is the high priest who is persuading them to shout. So why would a high priest do something like that? Maybe he is right and this man is wrong. And they shout out, crucify him, crucify him. So it's like, it's not easy to find out it is evil. എന്തുകൊണ്ടാണ് ഈ ജനം ഇങ്ങനെയുള്ള ഒരു കെണിയിൽ വീണു പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന, അല്ലെ പ്രേരിപ്പിക്കുന്നത് ജനങ്ങളുടെ മഹാപുരോഹിതൻ തന്നെയാണ്. ആ മഹാപുരോഹിതനിൽ ഇങ്ങനെയുള്ള ഒരു വക്രത, ഒരു ദുഷ്ടത ഉണ്ടെന്ന് ജനം ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല. ഈ മഹാപുരോഹിതൻ ഒരിക്കലും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുകയില്ല എന്നുള്ള ഒരു ധാരണയിൽ അവർ വഞ്ചിക്കപ്പെട്ട് ഈ കെണിയിൽ വീണു പോവുകയാണ്. So this can even happen in our lives, like on the face of it doesn't look evil because it is coming in from very important and spiritual people. It can come and we can fall into this trap. ഇത് നമ്മുടെയും ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. കാരണം ഒറ്റ നോട്ടത്തിൽ അതിൽ ഒരു ദുഷ്ടതയും ഒളിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയില്ല. കാരണം അത് വരുന്നത് ആത്മീയമായി നമ്മെ നയിക്കുന്ന വ്യക്തികളിൽ നിന്ന്, അല്ലെ ആത്മീയരായിട്ടുള്ള നേതാക്കന്മാരിൽ നിന്ന് ആകുമ്പോൾ അതിൽ വക്രതയോ ദുഷ്ടതയൊന്നും നാം കാണാൻ ശ്രമിക്കുകയില്ല. The second trap is, again, it is to do with strange woman and adulteress. Now the first trap, again, not necessary it has to be men. Even women can be evil and treacherous, and it's not just there are evil men, evil women, like Jezebel was an evil man, lady in the Bible itself. So it's both men and women we can fall into the trap. രണ്ടാമതായിട്ട് ഈ ഉപായിയായ ഒരു സ്ത്രീയെക്കുറിച്ച്, ദുഷ്ടത നിറഞ്ഞ ആ സ്ത്രീയെക്കുറിച്ച്, ജെസബലിനെ പോലെ ഉള്ള ആ വക്രതയും ദുഷ്ടതയും നിറഞ്ഞ ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പുരുഷന്മാര് മാത്രമല്ല, സ്ത്രീകൾക്കും അതുപോലെ പുരുഷന്മാരെ പോലെ തന്നെ ദുഷ്ടതയും വക്രതയും നിറഞ്ഞവര് ആയി തീരാം എന്നാണ് ഇവിടെ കാണിക്കുന്നത്. And verse 16, when we read about adulterous woman, it can be in the other side, the other way also. There can be adulterous male who can set that trap. 16-ാം വാക്യം നാം വായിക്കുമ്പോൾ വ്യഭിചാരിണിയായ സ്ത്രീ എന്ന് പറയുമ്പോൾ നേരെ തിരിച്ച് വ്യഭിചാരകനായ പുരുഷനും ആകാം. ആ മനുഷ്യനും അല്ലെ പുരുഷനും ഈ കെണി ഒരുക്കി വെക്കാൻ. So this trap, if you look at Numbers, in the book of Numbers, we see it happened to the nation of Israel. Now the story goes this way, like Moab, the king of Moab wanted to curse Israel, and they want to hire Balaam to curse.
But every time Balaam opened his mouth, instead of curses, blessings came out. And then what has happened is Balaam and the king of Moab understood that they cannot touch God's people. But then look at how the trap comes. The trap comes with Moabite women, where the men of Israel, they played the harlot with Moabite women. They couldn't make out that it was a trap, and they got into compromise lifestyle. ഇതിൻ്റെ ഒരു ഉദാഹരണം നാം കാണുന്നത് സംഖ്യാപുസ്തകത്തിലാണ്. മൊവാബ് രാജാവ് ബിലെയാമിനെ ഇസ്രായേൽ ജനത്തെ ശപിക്കുവാനായിട്ട് കൂട്ടിക്കൊണ്ടുവന്നു. എന്നാൽ ബിലെയാം ഓരോ പ്രാവശ്യവും വാ തുറന്നപ്പോൾ ഇസ്രായേൽ മക്കളെ ശപിക്കുന്നതിന് പകരം അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവര് ഒരു കാര്യം മനസ്സിലായി, ദൈവത്തിൻ്റെ ജനത്തെ ആർക്കും അവർക്ക് ശപിക്കുവാൻ കഴിയത്തില്ല എന്ന്. പക്ഷേ അവരവിടെ ഒരു കെണി ഒരുക്കി. ബിലെയാമിൻ്റെ ഉപദേശം ഇസ്രായേൽ ജനവുമായിട്ട് ഇടകലർന്ന് വിവാഹത്തിലൂടെ മറ്റ് കാര്യങ്ങളിലൂടെ ഇടകലർന്ന് ദൈവിക പ്രമാണങ്ങളിൽ നിന്ന് അവരെ വഴിതെറ്റിക്കുക എന്ന്, അതിനകത്തൊളിഞ്ഞിരുന്ന ആ ഒരു കെണി ഇസ്രായേൽ ജനം മനസ്സിലാക്കി. So you can see that in Numbers chapter 25 how they got into compromised with the women of Moab, and then they couldn't be delivered from that trap. സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിൽ എങ്ങനെയാണ് ഇസ്രായേൽ ജനം മൊവാബിയ സ്ത്രീകളുമായിട്ട് ഇടകലർന്ന് പരസംഗം ചെയ്തു തുടങ്ങിയ, അതിൽ നിന്ന് പിന്നെ അവർക്ക് വിടുതൽ ലഭിച്ചില്ല. So this is how even today God's people, they are insulated. God has got them covered, but God's people can get into a lifestyle of compromise and live a life that is displeasing to God. അതുപോലെ തന്നെ ഇന്ന് ദൈവം തൻ്റെ ജനത്തെ തൻ്റെ പ്രത്യേക കവചത്തിലൂടെ സൂക്ഷിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ജനത്തിന് പല മേഖലകളിലും ഒരു പൊത്തൂരത്ത ജീവിതത്തിലേക്ക് വരുവാൻ കഴിയും. അതുവഴി അവര് ഈ കെണിയിൽ ചെന്ന് അകപ്പെടാം. So now we are going to get into the first few verses of the prescription of Proverbs chapter 2. ഇനി നമുക്ക് ആദ്യത്തെ ആ 4 വാക്യത്തിലേക്ക് ദൈവത്തിൻ്റെ ആ ഒരു കുറിപ്പ് അല്ലെങ്കിൽ നിർദ്ദേശത്തിലേക്ക് നമുക്ക് വരാം. When we look at verse 1, we read, "My son, if you will receive my words and treasure my commandments within you." Now this is what we are going to focus is today on, receive my words. ഒന്നാം വാക്യം, മകനെ ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും ബോധത്തിന് നിന്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യേണ്ടതിന്. ഇന്ന് നാം ഈ ഭാഗത്ത് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുന്നതിലാണ്. So if you would have already noticed in chapter 1, it says, "Hear my son," in verse 8, "Hear my son your father's instruction." It says, "Hear my son your father's instruction, and do not forsake the mother's teaching." ഇവിടെ നമ്മൾ കാണുന്നത് ഒന്നാം വാക്യത്തിൽ ഇത് പറഞ്ഞു കഴിഞ്ഞു. ഒന്നാം അധ്യായത്തിൽ അതിൻ്റെ 8-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, മകനെ അപ്പന്റെ പ്രബോധനം കേൾക്കുക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത്. So the first here we start with hearing, and now in chapter 2 we are getting into receiving what you hear. ഒന്നാം അധ്യായത്തിൽ നാം കേൾക്കുക അല്ലെ ശ്രവിക്കുക എന്ന കാര്യത്തിലൂടെ തുടങ്ങിക്കഴിഞ്ഞു. 2-ാം അധ്യായത്തിൽ അത് സ്വീകരിക്കുക എന്ന കാര്യത്തിലേക്ക് നാം കടന്നു വരികയാണ്. Now if you look at the Bible puts a lot of premium or emphasis on this aspect of hearing. Now we spoke about it a little bit on Sunday, our attitude, how we are going to hear and what we are hearing. But it's not okay to just be hearing, but then here we are getting into receiving what you hear. നമ്മൾ നോക്കുമ്പോൾ വേദപുസ്തകം വളരെയധികം ഊന്നൽ കൊടുക്കുന്നതാണ് കേൾവിക്കായിട്ട്. കേൾവിയെക്കുറിച്ച് വളരെ അധികം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചെറുതായിട്ട് കണ്ടു നമ്മുടെ മനോഭാവത്തെക്കുറിച്ച്. നമ്മൾ കേട്ടാൽ മാത്രം പോരാ, നമ്മൾ കേൾക്കുന്നത് സ്വീകരിക്കുവാനും തയ്യാറാകണം എന്ന കാര്യത്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്. Now if you look at this word, if you receive my words and treasure my commandments within you, receive my words, it's
it's different from just hearing. Now we'll get into that by looking at some examples. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എൻ്റെ ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും ബോധത്തിന് ഹൃദയം ചായിക്കുകയും ചെയ്യേണ്ടതിന് എൻ്റെ വചനങ്ങളെ കൈക്കൊണ്ട് സ്വീകരിച്ച്. In the book of Acts, we have two examples. In Acts chapter 2, we see Peter giving a beautiful message. And the end of the message, we see that when they heard it, they were pricked to the heart, and then they came and asked, what should we do? And finally we see Peter giving them, okay, this is what you have to do. And then they received the word and they got baptized in Acts chapter 2. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഇതിന്റെ മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണം നാം കാണുന്നത് പത്രോസ് അവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രസംഗം ചെയ്യുകയുണ്ടായി. ആ പ്രസംഗം കേട്ട ജനം അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് അപ്പോസ്തലന്മാരോട് ചോദിക്കുന്നുണ്ട്, സഹോദരന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്. അതിന് മറുപടിയായിട്ട് നിങ്ങൾ കേട്ട വചനം സ്വീകരിക്കുവാൻ അവരോട് പറഞ്ഞു. അവർ ആ വചനം സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. So we see that in Acts chapter 2 verse 37, they heard, they were pricked, and verse 41 we see they received and they were baptized. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 37-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് അവർ കേട്ടിട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ടു, അവര് മാനസാന്തരപ്പെട്ടു, അവര് സ്നാനപ്പെട്ടു എന്ന്. So before getting baptized, they received God's word. സ്നാനത്തിന് മുൻപായിട്ട് അവര് ദൈവത്തിന്റെ വചനം സ്വീകരിച്ചു. That's in verse 41. അത് 41-ാം വാക്യത്തില്. And then we see another a different response to hearing God's word in Acts chapter 7 verses 54, when Stephen preached even better message, but then here they heard and they were the response was negative. 7:54. വ്യത്യസ്തമായിട്ടുള്ള വേറൊരു പ്രസംഗം നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം അതിന്റെ 54-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ സ്തെഫാനോസ് ഇതിലും പത്രോസിന്റെ പ്രസംഗത്തെക്കാളും മനോഹരമായിട്ടുള്ള ഒരു പ്രസംഗമാണ് അവിടെ ചെയ്യുന്നത്. പക്ഷെ അത് അവർ കേൾക്കുകയുണ്ടായി, പക്ഷെ അവരത് സ്വീകരിക്കുന്നില്ല. So we are looking at this word receiving God's word, and with verse 2 in Proverbs 2:2 we see, make your ear attentive to wisdom and incline your heart to understanding. ഇവിടെ നമ്മൾ കാണുന്നത് കേൾക്കുന്നത് സ്വീകരിക്കുന്നതിനെ കുറിച്ചാണ്. സദൃശവാക്യം 2-ാം വാക്യത്തില് എൻ്റെ വചനങ്ങളെ കൈക്കൊണ്ട് എൻ്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ. So if you look at verse 2, okay, there are two faculties of man. That is, one is the ear and the other one is the heart. 2-ാം വാക്യത്തില് നമ്മൾ നോക്കുമ്പോൾ മനുഷ്യന്റെ 2 അവയവങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒന്ന് കേൾവിയെക്കുറിച്ചും 2 അവന്റെ ഹൃദയത്തെക്കുറിച്ചും. So both of these, ear and the heart, always go as a combo. ചെവിയും ഹൃദയവും ഒരൊറ്റ ഇതായിട്ടാണ് എപ്പോഴും പോകുന്നത്. So when an individual receives God's word, there are 2 ways of responding. So one is where the heart is very well welcoming it. The other one is hardening, like we see in Acts 7:54, where they heard it, they bit their teeth like this, and then they went against Stephen. And when Stephen is being stoned, again Stephen is speaking, and it reads that they close their ears, it seems. That's the expression. They close their ears, which means it's very convicting, but they don't want to hear it. They don't want to hear it. If they hear it, it will go inside the heart. So they're closing their ears, it seems, in Acts chapter 7 verses 54. In verses 57 we see they covered their ears. 7:54. ഇവിടെ വീണ്ടും നാം കാണുന്നത് ചെവി കൊണ്ട് കേട്ട് ഹൃദയത്തിൽ സ്വീകരിക്കുക. അങ്ങനെ ഹൃദയത്തിൽ വരുമ്പോൾ അവിടെ 2 മനോഭാവങ്ങളാണ്. ഒന്നെങ്കിൽ ഹൃദയത്തിൽ അത് സ്വീകരിക്കാൻ കഴിയും, അല്ല ഹൃദയത്തെ കഠിനമാക്കി ആ കേട്ടത് തള്ളിക്കളയുവാൻ കഴിയും. ഇതിന് വീണ്ടും നമ്മൾ ഏറ്റവും മനോഹരമായിട്ടുള്ള ഉദാഹരണം അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം അതിന്റെ 54-ാം വാക്യത്തിൽ കാണുന്നു. ഇത് കേട്ടപ്പോൾ
അവർ കോപപരവശരായി അവന്റെ നേരെ പല്ല് കടിച്ചു. അതിന്റെ 57-ാം വാക്യത്തില് അവര് ചെവി പൊത്തി അത് ഹൃദയത്തിലേക്ക് സ്വീകരിക്കാതിരിക്കാൻ വേണ്ടി. So you see when a man hears God's word, these are different ways of how man responds to God's initiations. ഇവിടെ നാം കാണുന്ന ഒരു മനുഷ്യൻ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ആ ദൈവത്തിന്റെ വചനത്തോട് ആ മനുഷ്യന്റെ പ്രതികരണത്തെ, ദൈവം ആരംഭിക്കുന്നതിനോടുള്ള ആ പ്രതികരണത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. Now again, verse 1, when we talk about receiving God's word, if you look at Psalms 119 is the best example of how the word of God influences the psalmist. And the psalmist brings out so many different areas of his life that has been influenced because of receiving God's word. ഇവിടെ 2-ാം അധ്യായത്തില് ദൈവത്തിന്റെ വചനം സ്വീകരിക്കുന്നതിനെ കുറിച്ച് നാം പറയുമ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം 119-ാം സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ സങ്കീർത്തകൻ പറയുന്നത് എങ്ങനെയാണ് ദൈവത്തിന്റെ വചനം അവന്റെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഒരു സ്വാധീനമായി തീർന്നതെന്ന്. But again, if you look at Psalms 119, it's interesting to note that he was so accustomed and so intimate with the word of God, but in the last verse he's saying that I'm like a sheep that is going astray. Now think of this, think of that. This can happen to even to us. We may be so intimate with the word of God, but finally in the last verse of Psalm 119 he's saying I'm like a sheep that goes astray. സങ്കീർത്തകന് ഇവിടെ പറയുന്ന ദൈവത്തിന്റെ വചനത്തോട് അത്രമാത്രം ഇടപഴകി ഏറ്റവും ഹൃദയത്തിൽ അടുത്ത് ഇരുന്നിട്ടും ആ സങ്കീർത്തനത്തിന്റെ ഏറ്റവും അവസാനത്തെ വാക്യത്തില് സങ്കീർത്തകൻ ഇപ്രകാരം പറയുകയാണ്, കാണാതെ പോയ ആടുപോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു. So now I'm taking you from this verse to the same Proverbs chapter 2. We notice that how are we going to receive God's word? ഈ വാക്യത്തിൽ നിന്ന് ഞാൻ സദൃശവാക്യം 2-ാം അധ്യായത്തിലേക്ക് നിങ്ങളെ മടക്കി കൊണ്ടുവരികയാണ്. ഇവിടെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നാം ദൈവത്തിന്റെ വചനം സ്വീകരിക്കേണ്ടിയിരിക്കുന്നത്? Interestingly, in Deuteronomy 8 verses 3, we see this that God let the nation of Israel be hungry. Let's turn there. Deuteronomy 8 verses 3. ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിലേക്ക് നമുക്ക് തിരിയാം. And he humbled you and let you be hungry, and fed you with manna which you did not know, nor did your fathers know, that he might make you understand that man does not live by bread alone, but man lives by everything that proceeds out of the mouth of the Lord. Okay, so yeah. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിനും നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. Also in James 1:21, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം. we are looking at how to receive God's word. നമ്മൾ എങ്ങനെയാണ് ദൈവത്തിന്റെ വചനം സ്വീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. One attitude that James 1:21 says is with, some Bible says meekness, some Bible says with humility receive God's word. 1-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തില് യാക്കോബിന്റെ ലേഖനം, So there is humility required when a person receives God's word. താഴ്മ ആവശ്യമാണ് ഒരു വ്യക്തി ദൈവത്തിന്റെ വചനം സ്വീകരിക്കുമ്പോൾ. Now think of this in the book of 2 Kings chapter 5, we have a commander, the captain of the Syrian army. 2 രാജാക്കന്മാരുടെ പുസ്തകം chapter 5, 5-ാം അധ്യായത്തില്
ഒരു സിറിയൻ കമാൻഡറിന്റെ കാര്യം പറയുന്നുണ്ട് അവിടെ. Now, this guy is very famous. God used him for winning victory for Aram, which is Syria. But then now he's got leprosy. ദൈവം ഈ വ്യക്തിയെ അനേക യുദ്ധങ്ങൾ ജയിക്കുന്നതിന് ഉപയോഗിച്ചു. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന് കുഷ്ഠരോഗമാണ്. His name is Naaman, and now the best part of his story is, in his house there was one small girl who said, if only my master would know that there is a prophet in Israel. So the words, God's word is coming through a small child in Naaman's house. ഈ വ്യക്തിയുടെ പേര് നയമാൻ എന്നാണ്. അദ്ദേഹം ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി പറഞ്ഞു, എൻ്റെ യജമാനന് ഇസ്രായേലിൽ ഒരു പ്രവാചകൻ ഉണ്ട് എന്ന കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. We're talking about humility here, okay? He must be a big guy. You might be a big guy, but he had the humility to listen to a slave girl in his house. അദ്ദേഹം വലിയ ഒരു മനുഷ്യനാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ഭവനത്തിലുണ്ടായിരുന്ന ഒരു അടിമ പെൺകുട്ടിയെ ശ്രവിക്കുവാനുള്ള ആ ഒരു താഴ്മ, സൗമ്യത ഉണ്ടായിരുന്നു. So he took that initiative, and he went. He also got the king of Israel to get involved, and finally they have gone and they are in front of the man of God's house in 2 Kings chapter 5. അദ്ദേഹം രാജാവിനെയും ഈ കാര്യത്തിൽ ഉൾപ്പെടുത്തി അവര് ഇസ്രായേൽ രാജാവുമായിട്ട് ബന്ധപ്പെട്ട് അവിടേക്ക് പോകുന്നതായിട്ടാണ് നാം കാണുന്നത്. But when the man of God tells him, the man of God doesn't even look at him, okay? The man of God doesn't even come out of his house and tell him, okay, this is what you have to do. He just sends a messenger and tells him, go and dip yourself 7 times in Jordan River. എന്നാൽ ദൈവ പുരുഷൻ ഈ മനുഷ്യന്റെ അടുത്തേക്ക് ഇറങ്ങി വരികയോ അദ്ദേഹത്തെ നോക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ അദ്ദേഹത്തോട് പറഞ്ഞു, നീ യോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങുവാനും. So when that words come out of the mouth, he gets so furious and angry. ആ വാക്കുകൾ ദൈവ പുരുഷന്റെ വായിൽ നിന്ന് വന്നപ്പോൾ നയമാൻ കോപിഷ്ഠനായി തീർന്നു. So initially he had humility to listen to a small girl, but when he came with all his pomp and all his soldiers and right in front of the man of God's house, and when he doesn't get that respect, when he doesn't get that dignity of the commander or the captain of the Syrian army, and he gets very angry and he goes back. He was almost going back furious. ആരംഭത്തില് അടിമയായ പെൺകുട്ടിയിൽ നിന്ന് വന്ന ആ വാക്കുകൾ സ്വീകരിക്കുവാനുള്ള സൗമ്യത നയമാനുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടെ, അധികാരത്തോടും കൂടെ, പട്ടാളക്കാരോടും കൂടെ പ്രവാചകന്റെ വീടിന്റെ മുൻപിൽ വന്നപ്പോൾ പ്രവാചകന് അദ്ദേഹത്തെ കാണാൻ തയ്യാറാകാതെ പോയി യോർദാനിൽ മുങ്ങുവാൻ പറഞ്ഞപ്പോൾ കോപിഷ്ഠനായി മടങ്ങിപ്പോകുവാൻ തുടങ്ങുകയാണ്. And in verse 13 again his servant is saying, 2 Kings 5:13, then his servants came near and spoke to him and said, my father, had the prophet told you to do some great thing, would you not have done it? How much more then when he says to you, wash and be clean? അതിന്റെ 13-ാം വാക്യത്തിൽ നാം കാണുന്നു, എന്നാൽ അവന്റെ ധൃത്യന്മാർ അടുത്ത് വന്ന് അവനോട്, പിതാവേ, പ്രവാചകൻ വലിയൊരു കാര്യം നിന്നോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ നീ ചെയ്യാതിരിക്കുമോ? പിന്നെ അവൻ കുളിച്ച് ശുദ്ധനാകുക എന്ന് നിന്നോട് കൽപ്പിച്ചാൽ എത്രയധികം എന്ന് പറഞ്ഞു. So we see the first aspect is humility, and then if you turn to 1 Thessalonians chapter 2 verses 13, ഒന്നാമത്തെ ഭാഗം സൗമ്യതയാണ്. നമ്മൾ 1 Thessalonians 2:13. 1 തെസ്സലോനിയ ലേഖനത്തില് 2-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിലേക്ക് നാം തിരിയുമ്പോൾ here we see how they received God's word. Okay, word of God. It says, Paul is saying, for this reason we also constantly thank God that when you received the word of God, again they are receiving. What is the attitude of receiving God's word? Not just hearing, receiving God's word which you heard from us, you accepted
it not as the word of men, but for what it really is, the word of God, which also performs its work in you who believe. 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തില് ആ വചനം അവരുടെ അടുത്തേക്ക് വന്നപ്പോൾ അവരെങ്ങനെ സ്വീകരിച്ചു എന്ന മനോഭാവത്തെക്കുറിച്ചാണ് നമ്മളിവിടെ കാണുന്നത്. 13-ാം വാക്യം, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ട് മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാൽ ആകുന്നതുപോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. So humility is one, and the other one is to have the attitude, whoever may preach from God's word, rightly dividing God's word, we accept it as not a man's voice, but God speaking to us. അതിനാൽ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുന്നതിനെ കുറിച്ച് ആര് വചനം വിഭജിച്ചാലും അത് ആ വ്യക്തിയുടെ വചനമായിട്ടല്ല ദൈവം സംസാരിക്കുന്നതായിട്ട് നമ്മൾ അത് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. Again, we are going back to our prescription in Proverbs chapter 2. വീണ്ടും നമ്മൾ ആ കുറിപ്പിലേക്ക് മടങ്ങി പോവുകയാണ്. സദൃശവാക്യം 2-ാം അധ്യായം. In verse 2, we have this verse, make your ear attentive to wisdom. Again, we have been seeing about wisdom, the first 9 chapters of the book of Proverbs. We are getting into wisdom, how wisdom is going to help the young man for us as believers. But here we see in verse 2 this word, incline your heart to understanding. നമ്മൾ ഇവിടെ ജ്ഞാനത്തിന് ചെവി കൊടുക്കുന്നതിനെ കുറിച്ചാണ് കേൾക്കുന്നത്. യൗവനക്കാര് ജ്ഞാനത്തിന് എങ്ങനെ ചെവി കൊടുക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ വിശ്വാസികളായിട്ട് വീണ്ടും 2-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ഗ്രഹിക്കുന്നതിനെ കുറിച്ച്. So we have two things here. One is the heart, and then one is the word is understanding. ഇവിടെ 2 കാര്യങ്ങളാണ്. ഒന്ന് ഹൃദയത്തെ കുറിച്ച് പറഞ്ഞു, 2 ഗ്രഹിക്കുന്നതിനെ കുറിച്ച്. Now by default man has a weird heart, okay? സ്വയസിദ്ധമായിട്ട് മനുഷ്യന് ഒരു വല്ലാത്ത ഒരു. If you want to see the exact definition of a human heart, is there in Jeremiah 17:9. കൃത്യമായിട്ട് മനുഷ്യന്റെ ഹൃദയത്തിന്റെ അവസ്ഥ അറിയണമെങ്കിൽ യെരമ്യാ പ്രവാചകൻ 17-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. The heart is more deceitful than all else and is desperately, in some translation it says, my Bible it says sick. In most of the Bible I think it says desperately wicked. ഒരു ഹൃദയത്തിന്റെ അവസ്ഥയെക്കുറിച്ച് എങ്ങനെയാണെന്ന് ഇവിടെ പറയുന്നു. പല പരിഭാഷകളിലും പല രീതിയിലാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ പറയുന്ന ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമുള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആര്. Now why we are talking about this? Because ear and heart is so involved when it comes to receiving instruction from God. എന്തുകൊണ്ടാണ് നാം ഇവിടെ ഹൃദയത്തെക്കുറിച്ച് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കുവാൻപോൾ ചെവിയും ഹൃദയവും വളരെ പ്രധാനപ്പെട്ടതാണ്. In the book of Exodus we see several times God is speaking through Moses to Pharaoh, and it says repeatedly, it says Pharaoh hardened his heart, Pharaoh hardened his heart, Pharaoh, and then finally we see after 3 or 4 times of Pharaoh hardening his heart, God hardened Pharaoh's heart. പുറപ്പാട് പുസ്തകത്തിൽ മോശ വഴി ദൈവം ഫറവോനോട് സംസാരിക്കുമ്പോൾ ആവർത്തിച്ച് നാം കേൾക്കുന്ന ഒരു കാര്യമാണ്, മോശ സംസാരിച്ചു കഴിഞ്ഞ് ഓരോ പ്രാവശ്യവും ഫറവോൻ തൻ്റെ ഹൃദയത്തെ കഠിനമാക്കിയെന്ന്. കുറച്ച് കഴിയുമ്പോൾ നാം കേൾക്കുന്നു ദൈവം ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കിയെന്ന്. Now here we see incline your heart to understanding. So what's understanding? ഇവിടെ നാം കാണുന്നത് നിന്റെ ഹൃദയം ഗ്രഹിക്കുവാൻ വേണ്ടി ചായ്ക്കുക, സംഗ്രഹിക്കുക ഹൃദയത്തിൽ. So what is this word understanding? Let the scripture itself interpret the scripture. Proverbs 9:10 has the definition of what is understanding. ഗ്രഹിക്കുക എന്നതിനെ കുറിച്ച് തിരുവെഴുത്ത് തന്നെ അത് വ്യാഖ്യാനിച്ചു തരും. സദൃശവാക്യം 9-ാം അധ്യായം. I don't know how it is in the Malayalam Bible, but Proverbs 9:10, the knowledge of the Holy One is understanding.
9-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ B part. ഇങ്ങനെ പറയുന്നു, പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകം ആകുന്നു. So, understanding is the knowledge of the Holy One. ഗ്രഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിശുദ്ധനെ കുറിച്ചുള്ള ജ്ഞാനമാകുന്നു, പരിജ്ഞാനമാകുന്നു. So the knowledge of the Holy One is something that we can remember. We can think of the Paul's verse. Okay, Paul is quoting this in Philippians chapter 3 verses 8. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ പരിശുദ്ധനെ കുറിച്ചുള്ള ആ പരിജ്ഞാനത്തെ ഉദ്ധരിച്ചുകൊണ്ട് He is പറയുന്നു, making this statement: I count all things to be loss in view of surpassing value of knowing Christ my Lord. 3 verses 8. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്നെണ്ണുന്നു. Can you imagine what our churches would be like, if we would consider everything as loss just for the sake of what? Knowledge of the Holy One. നമുക്ക് ഈ കാര്യം ഒന്ന് ചിന്തിക്കുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ സഭയിൽ എല്ലാവരും പരിശുദ്ധനെ കുറിച്ചുള്ള അജ്ഞാനം വഴി ജ്ഞാനത്തിനു വേണ്ടി എല്ലാം ഛേദം എന്ന് എണ്ണുമ്പോഴുള്ള അവസ്ഥ. This place would have been full, right? The church, there would have been no empty chairs if all of us were considering it this way. All our churches would be full because of the urge of counting everything and keeping everything aside. Look at that statement. More than that, I count all things to be loss. This guy Paul was actually a genius. Okay, he was a Pharisee. He could speak Hebrew. He could speak Greek. He was a Roman citizen. He was a big guy, but everything he considered as loss. For one purpose, it says, the value of knowing Christ my Lord, from whom I have suffered the loss of all things. എല്ലാവരും പരിശുദ്ധനെ കുറിച്ചുള്ള ആ പരിജ്ഞാനം ഏറ്റവും ശ്രേഷ്ഠമെന്നെണ്ണുകയാണെങ്കിൽ നമ്മുടെ സഭ ഇവിടെ ഒരൊറ്റ ശൂന്യമായ കസേര പോലും കാണുകയില്ല, ഇതെല്ലാം നിറഞ്ഞിരിക്കും. പൗലോസിനെ കുറിച്ച് ചിന്തിക്കുക, എത്ര ശ്രേഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു പൗലോസ്. ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്നു, ന്യായപ്രമാണത്തിൽ ഉത്തമനായിരുന്നു. എന്നിട്ടും സർവ്വതും പരിശുദ്ധനെ കുറിച്ചുള്ള ആ ജ്ഞാനത്തിന് വേണ്ടി എല്ലാം ഛേദം എന്നെണ്ണി. And verse 3, we have the same verse understanding. For if you 2 verse 3, Proverbs 2:3. For if you cry for discernment and lift your voice for understanding, if you seek, that is the prescription. സദൃശവാക്യം 2-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ നാം കാണുന്നു, നീ ബോധത്തിനായി വിളിച്ച് വിവേകത്തിനായി ശബ്ദം ഉയർത്തുന്നുവെങ്കിൽ. Okay, and now look at this. What did I say? Understanding was knowledge of the Holy One. Knowledge of the Holy One. That is where you're lifting your voice for that. Lifting your voice. ഗ്രഹിക്കുന്നതിനെ കുറിച്ച് നാം പറഞ്ഞത് പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനമാണ്. So why do we need this knowledge of the Holy One? എന്തിനാണ് പരിശുദ്ധനെ കുറിച്ചുള്ള ആ പരിജ്ഞാനം നമുക്ക് ആവശ്യമായിരിക്കുന്നത്? Let's quickly turn to Ephesians chapter 4 verses 11. വളരെ പെട്ടെന്ന് എഫെസ്യ ലേഖനം 4-ാം അധ്യായം. I mean from verse 11 onwards we see God gave a lot of things to the church, prophets, evangelists, pastors, teachers, and what is the reason behind it is for equipping of the saints for the work of the service in verse 12, to building up of the body of Christ. And verse 13, draw your attention to verse 13. It says, until we attain to the unity of faith and of the knowledge of the Son of God. ഇതിന്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ 11-ാം വാക്യത്തിൽ നാം കാണുന്ന അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷകന്മാരെ കുറിച്ച് കേൾക്കുന്നു. 12-ാം അധ്യായത്തിലെ എന്തിനാണ് ഇത് നല്ല വിശുദ്ധന്മാരെ സജ്ജമാക്കാൻ. 13-ാം വാക്യം ശ്രദ്ധിക്കുക, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു. So two things that we can gather from this verse is the unity of faith and the knowledge of the Son of God is for one purpose. Why? For the same verse, to a mature man, to the measure of stature which belongs to the fullness of Christ. And then when you read further,
It keeps you from a lot of nonsense. In verse 14, a lot of nonsense in the Christianity today with, craftiness, trickery of men. Very, in its black and white, it is explained in verse 14. But look at what happens because of this unity of faith and the knowledge of God. Verses 16. ഇവിടെ 15 and 16. വിശുദ്ധന്മാരുടെ ഐക്യവും ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനവും നമുക്ക് ലഭിക്കുമ്പോൾ 14-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഇതിൽ നമുക്ക് മോചനം ലഭിക്കും. 16-ാം വാക്യം നമ്മൾ കാണുന്നത് ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിൻ്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കുവാനുമുള്ള ഏത് സന്ധിയാലും സ്നേഹത്താലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. So you see the progression here. Because of the unity of faith and the knowledge of God, there is a building up of each other in love. ഇവിടെ ആ ഒരു ചിന്തയുടെ പുരോഗമനം നിങ്ങൾ നോക്കുക. വിശ്വാസത്തിൻ്റെ ഐക്യവും പരിശുദ്ധനെ കുറിച്ചുള്ള ആ അറിവും എങ്ങനെയാണ് അന്യോന്യം ഉള്ള ആ സ്നേഹത്തിലേക്കും അന്യോന്യം പണിയുന്നതിലേക്കും ഐക്യത്തിലേക്കും നടത്തുന്നത് എന്നതിനെക്കുറിച്ച്. So if God is doing a building here, then believers, are they in this place of being united in faith and in the knowledge of God? Is both of them going hand in hand? ഇവിടെ ദൈവം ഒരു പണി ചെയ്യുകയാണെങ്കിൽ വിശ്വാസികൾ ആ വിശ്വാസത്തിൻ്റെ ഐക്യത്തിൽ ദൈവത്തിൻ്റെ ആ പരിജ്ഞാനത്തിൽ തോളോട് തോൾ ചേർന്നാണോ പോകുന്നത്? Now you think of it. God wants this to happen. But if you look at the Christianity today, look at the denominations that are there even amongst believers. ദൈവം ഇതാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ക്രിസ്തീയ സമൂഹത്തിലേക്ക് നോക്കുക, അവിടെ എന്താ സംഭവിക്കുന്നത്? ഏറ്റവും വിശ്വാസികളുടെ ഇടയിൽ പോലും എന്താണ് നടക്കുന്നതെന്ന് ഒന്ന് വീക്ഷിച്ചു നോക്കുക. Why am I saying this building of it in love? Because Jesus said in John 13:35, by this all men may know. What are you going to know? What is the desire of Jesus? Read that verse, John 13:35. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് ചോദിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 35-ാം വാക്യത്തിൽ യേശു പറയുന്നത്, ഇതുമൂലം നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അറിയും. 13-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം വായിക്കാം. 13:35. So if the world has to know that we are Jesus' disciples, how are they going to know? It is by the love amongst each other. And if there is no unity of the faith, and if there is no the knowledge of God, is the building actually happening in love? എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്? ലോകം നാം അവൻ്റെ ശിഷ്യന്മാരാണെന്ന് അറിയണമെങ്കിൽ അത് എങ്ങനെയാണ് അറിയുന്നത്? വിശ്വാസത്തിൻ്റെ ഐക്യവും knowledge of God, ദൈവത്തെക്കുറിച്ചുള്ള ആ പരിജ്ഞാനവും ഇല്ലെങ്കിൽ അവര് എങ്ങനെ നാം അവൻ്റെ ശിഷ്യന്മാരാണ് എന്നറിയും? So by default again we cannot love each other, right? Because our flesh don't agree with each other. Each one has our different forms of flesh, and we cannot love each other if this progression through the word is not received in. സ്വാഭാവികമായിട്ട് നമുക്ക് അന്യോന്യം സ്നേഹിക്കുവാൻ കഴിയത്തില്ല. കാരണം അത് നമ്മളുടെ ജഡത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അതിനാൽ ഒരു വചനത്തിൽ നാം ഈ കാണുന്ന ആ പുരോഗമനം സംഭവിക്കുന്നില്ല എങ്കിൽ അത് സാധ്യമല്ല. Let's read one more verse in Colossians chapter 2 verses 2. ഒരു വാക്യം കൂടെ കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം നമുക്ക് വായിക്കാം. It says that your hearts may be encouraged, having been knit together in love. ഇവിടെ പറയുന്നത്
അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കുവാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട്. And then it read further, it says, and attaining to all the wealth that comes from the full assurance of understanding, resulting in the true knowledge. Again, we are talking about knowledge, right? Knowledge of the Holy One. Here it talks of when the hearts are knit together, there is something that comes out of it. What? The full assurance of understanding, the resulting in true knowledge of God's mystery, that is Christ Himself. അതിനുശേഷം അവിടെ മലയാളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് കിടക്കുന്നത്, അതുകൊണ്ട് അത് മുഴുവൻ വായിക്കാം. അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയും സമ്പത്തും പ്രാപിക്കുവാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. So now the next word we can look at it is this word discernment in verse 3. അടുത്ത വാക്യം നമുക്ക് വായിക്കാനുള്ള For you cry for discernment. Yeah. മൂന്നാം വാക്യത്തിലാണ് അത് കിടക്കുന്നത്. വിവേകത്തിനായി നാം നിലവിളിക്കുക. Now this is what Solomon actually prayed for, right? He prayed in 1 Kings chapter 3 verses 9 to give a heart of discernment. ഇതിനു വേണ്ടിയാണ് ശലോമോന് നിലവിളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ബോധത്തിനായിട്ട് അവൻ നിലവിളിച്ചു. Now what did he want to discern? അവന് എന്തിനെ കുറിച്ചാണ് വിവേചിച്ചറിയുവാന്? Discern between good and evil. നന്മയും തിന്മയും തമ്മിൽ വിവേചിക്കുവാൻ. Now that should now ring a bell in our minds, right? Discern between good and evil. I thought we are products of the people who ate from the tree of knowledge of good and evil, right? അത് നമ്മുടെ ഉള്ളിലെ ചില ചലനങ്ങളൊക്കെ ഉണ്ടാക്കണം. നമ്മൾ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചവരാണ്. If you look at the temptation which was put to Eve, it says knowing good and evil. Okay, in Genesis chapter 3. ഹവ്വായുടെ മുമ്പിൽ ഉണ്ടായ ആ പ്രലോഭനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന്. So knowing good and evil, you are eating from the tree of death. But here, now because of eating from this, we are knowing good and evil, which means to say that I am knowing more of death than life. നന്മ തിന്മകളെ കുറിച്ചുള്ള ആ അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുമ്പോൾ അത് മരണത്തിൻ്റെയാണ്. അതിനാൽ നാം നന്മ തിന്മകളെ കുറിച്ച് അറിയുന്നത് കൂടുതൽ മരണത്തെക്കുറിച്ചാണ്. But God does not want me to know good and evil. God wants me to discern good and evil. ദൈവം ആഗ്രഹിക്കുന്നത് നന്മ തിന്മകളെ കുറിച്ച് അറിയുവാനല്ല, മറിച്ച് അതിനെ വിവേചിക്കുവാനാണ്. It will be more clear when we read Hebrews chapter 5 verses 14. അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഹെബ്രായ ലേഖനം 5-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. Again talking about solid food. Okay, some people, believers, especially believers, when we are accustomed to the word of righteousness, it says that because of practice, having their senses trained to discern good and evil. ഇവ കട്ടിയുള്ള ആഹാരത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ വാക്യം, കട്ടിയുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. So the writer in Hebrews is talking to an audience. The context of Hebrews is that the audience is very wavery. Okay, they are not sure. They came to know about Christ, but because they are being denied certain privileges of the commonwealth of Israel, like for example we have our ration cards and some privileges that we get, our ration card is one, then being a Keralite, there will be certain things that we enjoy. Those things were actually withheld if you know Christ. So they are in the danger of going back to Judaism, leaving the way of Christ. And to them the writer is telling them,
You know what? Don't be babes, handling just milk. Get into solid food so that you will understand, you will discern between good and evil. Not know. I don't want to know good and evil, because that is knowing death. I want to discern between good and evil. ഇവിടുത്തെ എഴുത്തുകാരന് എബ്രായ ലേഖനത്തിൽ എഴുതുമ്പോൾ എഴുത്തുകാരൻ്റെ മുൻപിലുള്ള ആ ഒരു സമൂഹം എന്ന് പറയുന്ന അസ്ഥിരമായിട്ടുള്ളൊരു സമൂഹമായിരുന്നു. കാരണം അവർ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ലഭിച്ചിരുന്ന അവരുടെ ആ യഹൂദ മതത്തിൽ ആ സമൂഹത്തിൽ ലഭിച്ചിരുന്ന പല നന്മകളും പല അനുഗ്രഹങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടതിനാൽ പലരും മടങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെയുള്ള ആ ഒരു സമൂഹത്തോട് എഴുത്തുകാരൻ പറയുന്നത് കട്ടിയുള്ള ആഹാരത്തെക്കുറിച്ച്. അപ്പോൾ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവല്ല ആവശ്യം, മറിച്ച് തിരിച്ചറിവാണ് ആവശ്യം. And this is what Solomon prayed for, to discern between good and evil. ഇതാണ് ശലോമോന് പ്രാർത്ഥിക്കുന്നതും നന്മതിന്മകളെ തിരിച്ചറിയുവാൻ ഉള്ള വിവേകത്തിനായിട്ട്. I'm forced to hurry up. In Proverbs 2 verses 4 we see, if you seek her as silver and search for her as for hidden treasures. 4-ാം വാക്യത്തിൽ ഞാൻ വളരെ പെട്ടെന്ന് പോവുകയാണ്. അവിടെ പറയുന്നത്, അതിനെ വെള്ളിയെ പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെ പോലെ തിരയുന്നുവെങ്കിൽ. I was wondering, why was it not mentioned gold and just silver? ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു, എന്തുകൊണ്ടാണ് സ്വർണം എന്ന് പറയാതെ വെള്ളി എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. And I was doing some research and I found something about silver. Though it is not that costly than gold, silver is easily available than gold. ഞാൻ അതേക്കുറിച്ച് ചില പഠനങ്ങളൊക്കെ നടത്തിയപ്പോൾ മനസ്സിലായത് വെള്ളി സ്വർണത്തെക്കാളും സുലഭം ആയിരുന്നു എന്നുള്ളതാണ്. Now the reason it is mentioned silver, it's because silver is not rare. Mark my words, it's not rare like gold. It is easily available. ഇവിടെ എൻ്റെ വാക്കുകളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് വെള്ളി എന്ന് പറഞ്ഞിരിക്കുന്നത്? വെള്ളി സ്വർണത്തെ അപേക്ഷിച്ച് സുലഭമായിരുന്നു. അതേസമയം സ്വർണം കുറച്ചുകൂടെ അപൂർവമായിട്ടുള്ള ഒരു ലോകമായിരുന്നു. When God placed man on this earth, he doesn't want man to find God's word very rare. ദൈവം മനുഷ്യനെ ഈ ഭൂമിയിൽ ആക്കി വെച്ചപ്പോൾ ദൈവത്തിന്റെ വചനം മനുഷ്യന് അപൂർവമായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചു. God himself took the initiation to reveal himself to man. ദൈവം തന്നെ തുടങ്ങി വെച്ചു തന്നെ മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ. If you look at Hebrews chapter 1 itself, we see God in sundry times. In verse 1 onwards we see he sent prophets. It was his initiation. Otherwise man would have never even thought of a God. It was God's initiation toward the love initiation to let man know that there is a God. ഹെബ്രായ ലേഖനം നാം വായിക്കുമ്പോൾ ദൈവം തന്നെയാണ് അത് തുടങ്ങി വയ്ക്കുന്നത്. അല്ലെ, മനുഷ്യൻ ഒരു കാലത്തും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല. ദൈവമാണ് ഭാഗമായിട്ട് തന്നെ വെളിപ്പെടുത്തി മനുഷ്യന് കൊടുക്കുന്നത്. Even without words itself, in creation itself, Romans 1 says, in creation itself, the invisible attributes of God are, in Romans 1 we see that invisible attributes of God, which means looking at creation itself, man cannot deny the fact that there is a creator behind that creation. റോമാലേഖനം 1-ാം അധ്യായത്തില് ദൈവത്തിന്റെ അദൃശ്യമായിട്ടുള്ള ആ ഗുണങ്ങളെ സൃഷ്ടി തന്നെ, പ്രപഞ്ചം തന്നെ വെളിപ്പെടുത്തുകയാണ്. അതിനാൽ മനുഷ്യന് ആ സൃഷ്ടിതാവിനെ തിരസ്കരിക്കുവാൻ കഴിയത്തില്ല. So the word of God is easily, for man has to find God's word, easily he can find it like silver. അതിനാല് മനുഷ്യന് ദൈവവചനം കണ്ടെത്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് വെള്ളിയെ പോലെ വളരെ എളുപ്പത്തിൽ കണ്ടെത്തുവാൻ കഴിയും. Because God wants man to find God's word. കാരണം ദൈവം തന്റെ വചനം മനുഷ്യൻ കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്നു. But it is very, 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 it's a treasure. എന്നാൽ അത് വലിയ ഒരു നിധിയാണ്. In Psalms 119 itself, this word of God is something that man hides in his heart so that he might not sin against God. 119-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്
ഈ വചനം മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധി പോലെയാണ്. അതുവഴി അവൻ ദൈവത്തിനെതിരായിട്ട് പാപം ചെയ്യാതിരിക്കാൻ. It says in Psalms 119 that how can a young man cleanse his way? It is by treasuring in my heart. So we are looking for treasures. Why? So that I may not sin against it. Look at it, what it says from verse 9 onwards, 9, 10 and even in 11 it says that I may not sin against you. 119 സങ്കീർത്തനം 9 വാക്യം മുതൽ പറയുന്നു, ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്ന എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. താഴോട്ട് അതേക്കുറിച്ചാണ് പറയുന്നത്. And now finally in verse 5, this is after having followed the prescription. In Proverbs 1 we see it is the beginning, the fear of the Lord is the beginning of wisdom. But in 2 verses 5 we say then you will discern the fear. So it is like the end goal is mentioned here, that you discern the fear of the Lord. 1 അധ്യായത്തിൽ പറയുന്ന യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ് എന്ന് പറയുമ്പോൾ അതിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് ഇവിടെ 5 വാക്യത്തിൽ പറയുന്നു, നീ യഹോവ ഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. Now this fear of the Lord is also something that we can talk about it, but quickly I want to mention in Exodus chapter 20 we see that the whole mountain was on smoke and fire, and these people were hearing God's word, and they said, no, God, you don't told Moses, let God not speak to us. Moses, you speak to us, let God speak to you. We can't handle it. And Moses makes this statement, don't be afraid. Okay, don't be afraid, but God wants you wants this fear of God to be with you so that you don't sin against God. പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, ദൈവം ഇസ്രായേൽ മക്കളോട് മോശയോട് സംസാരിക്കുവാനായി പർവ്വതത്തിൽ ഇറങ്ങി വന്നപ്പോൾ ആ പർവ്വതം വിറയ്ക്കുകയും അഗ്നിമയമായി തീരുകയും ചെയ്തപ്പോൾ ഇസ്രായേൽ ജനം ഭയം കൊണ്ട് മോശയോട് പറഞ്ഞു, ദൈവം ഞങ്ങളോട് സംസാരിക്കണ്ട, മോശ സംസാരിച്ചാൽ മതി. അപ്പം മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ യഹോവയെ ഭയപ്പെട്ടാൽ മതി, അതുവഴി നിങ്ങൾ യഹോവയ്ക്കെതിരായിട്ട് പാപം ചെയ്യാതിരിക്കാൻ. So then at that point of time they do not have like we have our Bibles today. They had to hear God's word so that they don't sin against God. ആ സമയത്ത് നമുക്കിന്നുള്ളതുപോലെ വേദപുസ്തകം കയ്യിലില്ല, അവരെ കേൾക്കേണ്ടിയിരുന്നു. അവരുടെ കേൾവിയാലാണ് ദൈവവചനം അവർ കേട്ടത്, അതുവഴി ദൈവത്തോട് പാപം ചെയ്യാതിരിക്കാൻ. But today we have the written word of God, and this we hide in our hearts so that we don't sin against God. ഇന്ന് നമുക്ക് ഈ എഴുതപ്പെട്ട വചനമുണ്ട്, നമ്മുടെ ഹൃദയത്തിലുണ്ട്. അത് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് വഴി നാം ദൈവത്തോട് പാപം ചെയ്യാതിരിക്കാൻ. And when we go further, now all the prescription is over, but now God is taking over. Okay? നാം മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ, ആ കുറിപ്പുകൾ എല്ലാം കഴിഞ്ഞു. ഇനി ദൈവം തന്നെ പറയുകയാണ് അടുത്ത വാക്യങ്ങളിൽ. Now when you look at verse 5, man is already reaping the benefit of you will discern the fear of God, you will discover the knowledge of God, for the Lord gives wisdom, from his mouth comes knowledge and understanding. 5 വാക്യം നാം നോക്കുമ്പോൾ, നീ യഹോവ ഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. യഹോവയെ അടുത്ത വാക്യത്തിൽ യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്. So look at this verse, from his mouth come knowledge and understanding. ഈ ഒരു കാര്യം നോക്കാം, അവന്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു. This is what comes out of the mouth of God. എന്താണ് ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത്? In Matthew chapter 4 verses 4 we see see the temptation of Jesus Christ. മത്തായിയുടെ സുവിശേഷം 4 അധ്യായം 4 വാക്യത്തില് കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രലോഭനത്തെ കുറിച്ച് നാം കാണുന്നു. And he's telling the devil, man shall not live by bread alone, but by every word that comes out of the mouth of God. യേശു അവിടെ പിശാചിനോട് പറയുന്നുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നു, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് പത്രയെന്ന്. So this is something that we can even think of even today. We living with things coming out of the mouth of God, that is his word.
ഇതേക്കുറിച്ച് നമുക്ക് ഇന്നും ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ. നാം ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട്. And then you see God is taking over the believer's life, and the next list continues that he is taking over the man's deeds, his words, his attitudes, and there is a protection. It's which is God's doing. അടുത്ത വചനങ്ങളിൽ നാം കാണുന്നത് ദൈവം തന്നെ ഏറ്റെടുക്കുകയാണ് മനുഷ്യൻ്റെ പ്രവൃത്തിയും അവൻ്റെ വകതിരിവും എല്ലാം ദൈവം ഏറ്റെടുത്തിട്ട് ആ ദൈവത്തിന്റെ സംരക്ഷണം തന്നെ വിശ്വാസികളുടെ ജീവിതത്തിൽ വരുന്നു. If you read that, he stores up sound in verse 7, he stores up sound wisdom, he is a shield to those who walk in integrity, guarding, then he preserving. All these comes because of the man adhering to the initial prescription. ഏഴാം വാക്യം നോക്കുകയാണെങ്കിൽ അവൻ പരിചയാകുന്നു, എൻ്റെ എട്ടാം വാക്യം പാതകളെ നോക്കുന്നു. ഇതെല്ലാം ദൈവം മനുഷ്യന് ഒരുക്കുന്ന കാര്യങ്ങളാണ്. So after having done what man is supposed to do, God takes over the believer's life. മനുഷ്യൻ ചെയ്യേണ്ട കാര്യം ചെയ്തതിനു ശേഷം ദൈവം വിശ്വാസിയുടെ ജീവിതത്തെ ഏറ്റെടുത്ത് അവന്റെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. And finally in verse 10 we read, wisdom will enter your heart and knowledge will be pleasant for your soul. അവസാനമായിട്ട് നമ്മൾ 10ാം വാക്യത്തിൽ വായിക്കുന്നു, ജ്ഞാനം നിന്റെ ഹൃദയത്തിൽ പ്രവേശിക്കും, പരിജ്ഞാനം നിന്റെ മനസ്സിന് ഇമ്പമായിരിക്കും. Now we know wisdom later on in Proverbs we see as wisdom personified, which is again in 1 Corinthians chapter 1 towards the end of it we see Jesus Christ is wisdom and sanctification, redemption for us. പിന്നീട് സദൃശവാക്യത്തിൽ മുൻപോട്ട് പോകുന്തോറും നാം കാണുന്നു ജ്ഞാനത്തെ ഒരു വ്യക്തിയായിട്ട് ഉപമിച്ചിരിക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനത്തിൽ യേശുക്രിസ്തു തന്നെ ഈ വ്യക്തി ജ്ഞാനമായിട്ട് ഉപമിക്കപ്പെട്ടിരിക്കുന്നു. So we see wisdom entering a person's heart and then the knowledge is becoming very pleasant. ജ്ഞാനം ഒരുവന്റെ ഹൃദയത്തിൽ പ്രവേശിച്ച് പരിജ്ഞാനം അവന്റെ മനസ്സിന് ഇമ്പമായിരിക്കുന്നത്. And in verse 11 we see discretion will guard you and understanding will watch over you. 11ാം വാക്യത്തിൽ വകതിരിവ് നിന്നെ കാക്കും, വിവേകം നിന്നെ സൂക്ഷിക്കും. So can you see something that happens here because of following God's prescription in the initial verses? There is a very the guards are up for the believer. The guards are up, and that is not his own protection, but it is the protection of God in his life. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നുണ്ടോ ഈ 2ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ആ നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് വഴി വിശ്വാസികളുടെ ജീവിതത്തിൽ ഉയർന്നു വരുന്ന ആ സംരക്ഷണത്തിന്റെ കവചം, അത് അവനാൽ തന്നെ നടക്കുന്നതല്ല, ദൈവത്താൽ നടക്കുന്നത് സംരക്ഷണമായിട്ട്. Now again after this happens, then there is the 2 deliverings that we spoke about initially, and then finally the believer is not alone. We are not lone rangers. We find ourselves with good men in verse 20, and also with righteous people and upright, it's like a group here now in verse 20 and 21. ഇതിന് ശേഷം നമ്മൾ ആരംഭത്തിൽ പറഞ്ഞ ആ 2 കെണികൾ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് 20ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ വിശ്വാസിയുടെ ജീവിതത്തിൽ ഇത് മുഖാന്തരം സംഭവിക്കുന്നത് അത് വിശ്വാസി ഒറ്റയ്ക്കല്ല, അതൊരു കൂട്ടമായിട്ട് മാറുകയാണ്. സജ്ജനത്തിന്റെ വഴിയിൽ നടന്ന് നീതിമാന്മാരുടെ ഒരു കൂട്ടം അവരുടെ പാതകളെ പ്രമാണിക്കുന്നതായിട്ട്. And this is very important even for believers today, that he find himself in the company of fellow believers, because it's a risk to be outside of this. ഇത് ഇന്നും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിശ്വാസികൾ തൻ്റെ കൂട്ടുവിശ്വാസികളുടെ ആ കൂട്ടായ്മയിൽ ആയിരിക്കാൻ, അതിന് വെളിയിൽ ഒറ്റയ്ക്ക് ആയിരിക്കുന്ന അത് അപകടമാണ്. Because being together, that is the time when the knitting together happens. God is building up the body of Christ in love. ഒരുമിച്ച് ആയിരിക്കുമ്പോഴാണ് ദൈവം തൻ്റെ ആ പണി ചെയ്യുന്നത്, പണി നടത്തുന്നത്, ഒരുമിച്ച് സ്നേഹത്തിൽ പണിത് ഉയർത്തുന്നത്. And then the world will know by our love
that we are his disciples. അപ്പോൾ ലോകം ഇത് മുഖാന്തരം അറിയും നാം അവൻ്റെ ശിഷ്യന്മാരാണ് എന്ന്. And I want to close by this statement of Paul. Paul says in, I think it's in 1 Corinthians 1, he says, is Christ divided? ഈ ഒരു വാക്യത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 1 കൊരിന്ത്യർ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ ക്രിസ്തു വിഭജിക്കപ്പെട്ടിട്ടുണ്ടോ? If you look at Christianity today, the number of denominations, the world will look at it and say, oh, there are so many denominations of Christ. Everybody has their own Christ. ഇന്ന് നാം ലോകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ക്രിസ്തീയ ലോകം എത്ര ഗ്രൂപ്പുകളുടെ എത്ര കൂട്ടങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ലോകം പറയും ഇത് ക്രിസ്തു ഇങ്ങനെ വിഭജിക്കപ്പെട്ടിരിക്കുകയാണോ? God bless us with these words. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. Thank you, brother, for that very learned